ഈ പ്രാവശ്യത്തെ ടിക്കറ്റിന്റെ റിസൾട്ടിൽ അവർ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടിക്കറ്റിന്റെ 263ാമത്തെ ഡ്രോയുടെ റിസൾട്ട് 3-ാം തീയതി അവർ അനൗൺസ് ചെയ്തതാണ്. അതിനുശേഷം ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ടിക്കറ്റ് റിസൾട്ട് മുക്കിയിട്ടുണ്ട്, ആകെ ഒരു പ്രൈസിൽ മാത്രമാണ് വിന്നറെ തെരഞ്ഞെടുത്തിട്ടുള്ളത്, ബാക്കിയുള്ള 10 വിന്നേഴ്സ് എവിടെ? അതുപോലെ തന്നെ റിസൾട്ടിന്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുള്ളത് ഒരാൾക്ക് മാത്രമുള്ള സംശയമായിരിക്കുമെന്നാണ്. പിന്നീട് ഒന്നിലധികം ആൾക്കാർ ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. 2023 ഡിസംബർ വരെ ടിക്കറ്റ് ഒരുപാട് ഓഫേഴ്സ് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഡെയിലി വിന്നേഴ്സിന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീക്കിലി ഡ്രോ വിന്നേഴ്സ് ഉണ്ടാവാറുണ്ട്. ആ ഒരു മെഗാ ഡ്രോ പ്രൈസിന് പുറമെ 10 പേർക്ക് വിൻ ചെയ്യാനുള്ള അവസരം ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ 2024 ജനുവരി 1-ാം തീയതി യുഎയിൽ ഒരുപാട് ഡ്രോ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത്, അതായത് ജനുവരി 1-ാം തീയതി ടിക്കറ്റും അവരുടെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ പ്രൈസ് മാത്രമാണ് ഉണ്ടായിരുന്നത്, അഡീഷണൽ പ്രൈസ് ഉണ്ടായിരുന്നില്ല, വീക്കിലി പ്രൈസ് ഉണ്ടായിരുന്നില്ല, ഒരു ഓഫേഴ്സും ഉണ്ടായിരുന്നില്ല. 10 മില്യൺ ദിർഹം കാറ്റഗറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അതിനുശേഷം ഏപ്രിൽ വരെ ഇതേ രീതിയിലായിരുന്നു ടിക്കറ്റ് റൺ ചെയ്തിട്ടുള്ളത്. ഒരു പ്രൈസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർക്ക് പരാതി ഉണ്ടായിരുന്നു. പിന്നീട് ഏപ്രിൽ 1-ാം തീയതി ടിക്കറ്റും താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. മെയ് 9-ാം തീയതിയാണ് തിരിച്ചു വന്നത്. മെയ് 9-ാം തീയതി മുതൽ മെയ് 31-ാം തീയതി വരെ നടന്നിട്ടുള്ള ഡ്രോയുടെ റിസൾട്ട് ഈ മാസം 3-ാം തീയതിയാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാറ്റഗറിയിലും ഒരൊറ്റ പ്രൈസ് മാത്രമാണ് ഉണ്ടായിരുന്നത്, 10 മില്യൺ ദിർഹം കാറ്റഗറി. ആ ഒരു കാറ്റഗറിയിൽ ഒരു വിന്നർ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇറാനിയൻ സ്വദേശിയാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്. അതല്ലാതെ ടിക്കറ്റ് റിസൾട്ട് മുക്കിയിട്ടൊന്നുമില്ല. 2024 മുതൽ ഒരൊറ്റ പ്രൈസ് മാത്രമാണ് ടിക്കറ്റ് പ്രൈസ് അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ മാസം, അതായത് ജൂൺ 1-ാം തീയതി ടിക്കറ്റിന്റെ പുതിയ പ്രൈസ് അപ്ഡേഷൻ വന്ന സമയത്ത് 10 മില്യൺ ദിർഹം കാറ്റഗറിയിൽ ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ 10 പേർക്ക് 1 ലക്ഷം ദിർഹം വീതം വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ജൂലൈ 3-ാം തീയതി നടക്കുന്ന മെയിൻ ഡ്രോയിലാണ് അവർ അനൗൺസ് ചെയ്യുക. അത് ഈ മാസത്തെ ഡ്രോയിലല്ല. ഒരുപക്ഷെ ആ ഒരു പ്രൈസ് അപ്ഡേഷൻ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ പ്രാവശ്യം 10 പേര് വിൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ മാസവും 1-ാം തീയതി ടിക്കറ്റ് പ്രൈസ് അപ്ഡേഷൻ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ പ്രൊമോഷൻ കൊണ്ടുവരും, അതല്ലെങ്കിൽ മെഗാ ഡ്രോ പ്രൈസ് അധികരിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറക്കും. ഈ രീതിയിലൊക്കെയാണ് ടിക്കറ്റ് പ്രൊമോഷൻസ് കൊണ്ടുവരാറ്. ആ സമയത്ത് തന്നെ ഈ ചാനൽ ത്രൂ ഞാൻ അറിയിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സംശയം ചോദിച്ചിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, അവര് റിസൾട്ട് ഒന്നും മുക്കിയിട്ടില്ല, ഒരൊറ്റ കാറ്റഗറിയിൽ മാത്രമാണ് വിന്നറെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം 11 പേർക്ക് വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ടിക്കറ്റിൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് എല്ലാവരും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.